we have with us Mr. M.K. Givargis, a retired headmaster whose invaluable service and dedication have left a lasting legacy in the field of education. വേദിയിലും സദസ്സിൽ ഉപേക്ഷിക്കുന്ന ഏവർക്കും എൻ്റെ വിനീതമായ കൂപ്പുകൈ. 2 മിനിറ്റ് കൊണ്ട് എന്ത് പറയണമെന്ന് അറിഞ്ഞുകൂടാ, എങ്കിൽ പോലും നമ്മൾ സമയനിഷ്ഠ പാലിക്കേണ്ടതുണ്ടല്ലോ. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ 2 തരത്തിലുള്ള ഒരു സമ്മിശ്ര വികാരങ്ങളുമായിട്ടാണ് ഈ വേദിയിലായിരിക്കുക. ഒന്ന്, ഞാനൊരു പൂർവ്വ വിദ്യാർത്ഥി എന്ന നിലയിൽ 1968 മുതൽ 1976 വരെ ഒരു 1-ാം ക്ലാസ് 8-ാം ക്ലാസ് വരെ പഠിച്ചതായ എൻ്റെ ആ സ്കൂൾ ഓർമ്മകൾ. തുടർന്ന് 1984 മുതൽ 2023 വരെ 39 വർഷക്കാലം അധ്യാപകനായിട്ടും പ്രധാന അധ്യാപകനായിട്ടും സേവനമനുഷ്ഠിച്ച കാലം. ഇതിനെല്ലാം ഒരു ട്രാൻസ്മിഷൻ്റെ കാലഘട്ടങ്ങളിൽ ഞാൻ ഇവിടെ പഠിച്ച കാലഘട്ടങ്ങളിൽ തൊട്ട് ഞാൻ ചെറുതായിട്ടൊന്ന് സ്മരിച്ചുകൊണ്ട് ഞാൻ നിർത്തിക്കൊള്ളാം. 1-ാം ക്ലാസ്സിൽ ഇവിടെ സ്കൂളിൽ ചേരുമ്പോൾ അത്തിക്കുന്ന് എസ്റ്റേറ്റിലെ പാടിയിൽ താമസിച്ചുകൊണ്ടാണ് ഞാനിവിടെ വന്ന് ഈ സ്കൂളിൽ പഠിച്ചത്. 76 ഞാൻ ഇവിടെ സ്കൂളിൽ വിടുമ്പോൾ ഞാൻ ഇവിടുന്ന് കുന്നലാടിയിൽ പോയി താമസിച്ച ആ ഒരു അവസ്ഥയിലാണ് ഞാൻ പോയി തുടർന്ന് പന്തല്ലൂർ സ്കൂളിലൊക്കെ പോയി പഠിച്ചത്. തുടർന്ന് എൻ്റെ വിദ്യാഭ്യാസം പൂർത്തീകരിച്ചത്. 1-ാം ക്ലാസ്സിൽ എന്നെ മടിയിലിരുത്തി പഠിപ്പിച്ച സ്റ്റെല്ല സിസ്റ്ററേയും മേരി സലോം സിസ്റ്ററേയും നന്ദിയോട് ഓർക്കാൻ ഈ നിമിഷം ഞാൻ ഓർക്കുകയാണ്. അതോടൊപ്പം മൺമറഞ്ഞു പോയ നാരായണൻ മാഷയും നാരായൺ ടീച്ചറേയും ദാമോദരൻ മാഷയും സുന്ദരി ടീച്ചറേയും എല്ലാം നന്ദിയോട് ഓർക്കുന്നു. അന്നത്തെ കാലത്ത് പട്ടാളച്ചിട്ടിയോടെ ഒരു എക്സ് മിലിറ്ററിക്കാരൻ ആയതുകൊണ്ടായിരിക്കാം ഗോവിന്ദൻ മാഷ് കാണിച്ചതായ വലിയ ആ സ്ട്രിക്ട്നെസ്സും അദ്ദേഹത്തിൻ്റെ ഒരു ഹെഡ് എന്ന രീതിയിലുള്ള അദ്ദേഹത്തിൻ്റെ പെരുമാറ്റം എല്ലാം പിൽക്കാലം എൻ്റെ അധ്യാപന ജീവിതത്തിൽ ഒരു പ്രധാന അധ്യാപകൻ എന്നുള്ള എൻ്റെ ജീവിതത്തിൽ വളരെ വളരെ അധികം ഉണ്ടായിട്ടുണ്ട് എന്നാണ് ഞാൻ പ്രത്യേകമായിട്ട് ഓർക്കാൻ ഈ സമയം വിനിയോഗിക്കുകയാണ്. സ്കൂള് ഞാൻ പഠിച്ച കാലങ്ങളിൽ തൊട്ട് എയ്ഡഡ് മലയാളം മീഡിയം ഒരു മിഡിൽ സ്കൂളായിട്ട് ഉണ്ടായിരുന്ന കാലഘട്ടമാണ് ഞാൻ പഠിച്ച കാലഘട്ടങ്ങളിൽ. അത് 94 വരെ തുടർന്നു. ഇവിടെ അധ്യാപകനായി ഏതാണ്ട് 12 വർഷങ്ങളോളം ആ സ്ഥിതി തുടർന്നു. 12 അധ്യാപകരെ ഒന്നിച്ച് വേല ചെയ്തിരുന്നു. 94 നമ്മൾ ആദ്യമാണ് ഹൈസ്കൂൾ ആരംഭിക്കുന്നത്. തുടർന്നൊരു കുറച്ച് ഭാഗം ഹൈസ്കൂളായിട്ട് ആരംഭിച്ചു, മലയാളം മീഡിയം ഹൈസ്കൂളായിട്ട്. 2002 നമ്മൾ 2002 മുതൽ തമിഴ് മീഡിയം ഇവിടെ ആരംഭിക്കുന്നത്. ഇവിടുത്തെ ഈ ദേശത്തെ ആളുകളുടെ എല്ലാം ആവശ്യങ്ങൾ പരിഗണിച്ച് തമിഴ് മീഡിയം ആരംഭിച്ചു. അതങ്ങനെ തുടർന്നുകൊണ്ട് വന്നു. 2004 ഇതിനെ ഹയർ സെക്കൻഡറി സ്കൂളായിട്ട് 2004 നമ്മൾ മാറ്റുകയുണ്ടായി. പിന്നീട് അങ്ങനെ വന്ന കാലഘട്ടത്തിലെ മാറ്റത്തെക്കുറിച്ച് ആലോചിക്കുമ്പോഴാണ് ഈ അംബാസഡർ കാറിൻ്റെ കാര്യം ഓർമ്മ വരുന്നത്. ഈ അംബാസഡർ കാറായിരുന്നു നമ്മുടെ ഇന്ത്യയിൽ മുഴുവൻ നിറഞ്ഞു നിന്നൊരു കാറായിരുന്നു. പക്ഷേ ഈ അംബാസഡർ കാറ് കാലാനുസൃതമായിട്ട് മാറ്റം വരുത്താത്തതുകൊണ്ട് നിർത്തിപ്പോകേണ്ടതായിട്ട് വന്നു. പക്ഷേ നമ്മുടെ സ്കൂളിനെ സംബന്ധിച്ചോളം പിൽക്കാലങ്ങളിൽ എല്ലായിടത്തും ഇംഗ്ലീഷ് മീഡിയം ആരംഭിച്ച് സ്കൂളിന് വെറുതെ എയ്ഡഡ് മലയാളം മീഡിയം സ്കൂളെന്ന് നിലനിൽക്കാൻ സാധിക്കാത്ത കാലഘട്ടം വന്നപ്പോൾ 2016 ഒരു ഇംഗ്ലീഷ് മീഡിയം സ്കൂളായിട്ട് ഇതിനെ മാറ്റുവാനായിട്ടും എൻ്റെ കാലഘട്ടങ്ങളിൽ സാധിച്ചു. അതെല്ലാം ഇന്നത്തെ നമ്മുടെ മാനേജ്മെൻറ്റിനോട് ചേർന്ന്, അധ്യാപകരോട് ചേർന്ന്, നമ്മുടെ മാതാപിതാക്കളോട് ചേർന്ന്, എല്ലാം ചേർന്ന് സമൂഹമായിട്ട് ചേർന്ന പ്രവർത്തനങ്ങളാണ് ഈ കാലഘട്ടങ്ങളൊക്കെ ഉണ്ടായിരുന്നത്. ഈ ഒരു ട്രാൻസ്മിഷൻ്റെ കാലം ആ പഴയ കാലത്തെ അധ്യാപകരുടെ ആ സ്ട്രിക്ട്നെസ്സിൻ്റെ കാലത്ത് നിന്നും ഈ പുതിയ തലമുറയിലേക്കുള്ള മാറ്റങ്ങളിലൊക്കെ ഉൾക്കൊള്ളുവാനൊക്കെ എനിക്ക് സാധിച്ചു. അങ്ങനെ ഈ 75 വർഷം പൂർത്തിയാകുമ്പോൾ ഞാൻ പഠിച്ച കാലഘട്ടം മുതൽ ഞാൻ റിട്ടയറായ കാലഘട്ടം വരെ തുടർന്നുള്ള കാലഘട്ടങ്ങളിലുള്ള സ്കൂളിൻ്റെ എല്ലാ നന്മകളെയും ഞാൻ ഓർക്കുന്നു. ഇപ്പോൾ നമ്മുടെ സ്കൂൾ നേതൃത്വം നൽകുന്ന എല്ലാ അധ്യാപകരെയും, പ്രത്യേകിച്ച് മാനേജറായിരിക്കുന്ന കലായിൽ അച്ഛനെയും അതുപോലെ പ്രിൻസിപ്പളായിരുന്ന ബിജു സാറേയും എല്ലാ അധ്യാപകരെയും PTA-യും കുട്ടികളെല്ലാവരെയും ഓർത്തുകൊണ്ട് ഈ പ്ലാറ്റിനം ജൂബിലിക്ക് എല്ലാ ആശംസകളും നേരുന്നു. അലുമിനി മീറ്റിങ്ങിന് എല്ലാ ആശംസ നേർന്നുകൊണ്ട് നിർത്തട്ടെ. നന്ദി, നമസ്കാരം. താങ്ക് യു. Thank you, sir.